എല്ലാവർക്കും സുഖാണിച്ചിരിക്കുന്നു. ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ഉള്ള 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണിത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് ചായ ഉണ്ടാക്കാൻ കേട്ടോ. മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഉണ്ടാക്കുന്നത്. പിന്നെ ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ ചായയൊക്കെ കൂട്ടിയതിന് ശേഷം ഒന്ന് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പുതിർത്തി വെക്കാൻ കേട്ടോ. അപ്പം അത് പുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ചായ കുടിച്ച് വീടൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അത് റെഡി ആവുമല്ലോ. അപ്പോൾ അതൊന്ന് ആദ്യം ചെയ്ത് വെക്കാണ്. പിന്നെ അതിന് ശേഷം വന്നിട്ട് പിന്നെ ചായ കുടിക്കാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് 11 മണിക്കുള്ളിലായിട്ട് എല്ലാ പണിയും തീർക്കണം. എന്നിട്ട് വേണം എനിക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി. ക്ലാസ് എടുക്കാണ് ഇന്ന് കൗൺസിലിംഗ് ഉണ്ട് 11 മണിക്ക്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് 11 മണിയാകുമ്പോഴത്തേക്ക് ഇത് കൗൺസിലിങ്ങിന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം പെട്ടെന്ന് പണി തീർക്കാൻ കേട്ടോ ചെയ്യുന്നത്. അടിച്ചുവാരി തുടച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ദോശക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് പറയണേ. നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് തന്നെ പല സ്ഥലത്തും പലതാണ് പറയുക. ചില ആൾക്കാർ ദോശ എന്ന് പറയും, ചില ആൾക്കാർ ഇതിന് എൻ്റെ നാട്ടിൽ, അതായത് കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് പറയുന്നത് ചട്ടി വീത്താന്നാണ് കേട്ടോ ഈ ദോശയ്ക്ക് പറയാം. അത് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അതായത് മാട്ടൂൽ, പഴങ്ങാടി മാട്ടൂൽ, ഇവിടെ പറയുന്നത് മറിച്ചിട്ടപ്പാണ് കേട്ടോ. ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്താണ് ഈ ദോശയ്ക്ക് പറയുക? അത് പച്ചരി ദോശയാണ് കേട്ടോ. പച്ചരിയും അന്നും, അതായത് നമ്മുടെ ചോറും ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ദോശയാക്കുക, അത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുക ഈ ദോശയ്ക്ക് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരേ നാട്ടിൽ തന്നെ പല പേരുണ്ടല്ലോ, അപ്പോൾ മറ്റുള്ള നാട്ടിലെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ തലേന്ന് വെച്ച മീൻകറീൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കാനാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ 11 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ കൗൺസിലിങ്ങിന് ഇരുന്നിട്ടോ. അപ്പോൾ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓൺലൈനാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം ക്ലാസ് എടുക്കും. 12:30 ആ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം വർക്കൊക്കെ തീർന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ച് സമയം ഫോണിനെ കൊണ്ട് കളിക്കുക, എഡിറ്റിങ് ചെയ്യുക. പിന്നെ വന്നതിന് ശേഷം പിന്നെ ചോറ് കഴിക്കുകയാണ് കേട്ടോ, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അതിന് ശേഷം എനിക്കൊന്ന് വീട്ടിൽ പോകാനുണ്ട് കേട്ടോ. വീട്ടിൽ പോകാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അതായത് എൻ്റെ ഫോൺ കുറച്ച് നാളായിട്ട് കംപ്ലൈൻ്റ് ആണ്. അതായത് നമുക്ക് വോയിസ് എടുക്കുമെന്ന് കുഴപ്പമില്ല, പക്ഷേ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വോയിസ് കേൾക്കില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, കുറച്ച് നാളായത്. അപ്പോൾ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് ഒക്കെ ഓൺലൈനിലാണ് കേട്ടോ. അപ്പോൾ ഈ ഓൺലൈനിലാവുമ്പം അവരോട് സംസാരിക്കുമ്പോൾ, വീഡിയോ കോൾ മോഡിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല, അത് പ്രയാസം. അപ്പോൾ എങ്ങനെയെങ്കിലും കുറേ നാളായി, ഇന്ന് നാളെ. അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് ചോദിച്ചപ്പം തളിപ്പറമ്പിലാണ് ഐസ്റ്റോറിലുള്ളത്, ഐഫോണിൻ്റെ നന്നാക്കുന്ന സ്റ്റോറിലുള്ളത്. അപ്പോൾ അവിടത്തേക്ക് പോകാം. അപ്പോൾ ഏതായാലും അവിടത്തേക്ക് പോവല്ലേ, വീട്ടിലേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തുമ്പോഴത്തേക്ക്. പിന്നെ അതിന് ശേഷം അവിടെ പോയപാട് പിന്നെ നാരങ്ങ നമ്മൾ നടുകെ കീറിയിട്ട് പിന്നെ ഉപ്പുമുളകല്ലേ അത് ചെയ്തു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഈവനിങ് സ്നാക്ക് അനിയത്തിൻ്റെ വക ഏലാഞ്ചി ഉണ്ടല്ലോ, ഏലാഞ്ചി ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല, കാണുമ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏലാഞ്ചിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കളിക്കാൻ ചെയ്തത്. പിന്നെ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. രാത്രി ഫുള്ളായിട്ടൊന്നുമില്ല. മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ചെമ്പിൽ, ഹസ്ബൻഡ് പിടിച്ചു തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് പൊള്ളിച്ചെടുക്കാനൊക്കെ സമയം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളി അതൊക്കെ എല്ലാം കൂടി ഒന്ന് വഴറ്റാണ് കേട്ടോ, മസാല ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ വീഡിയോ എടുക്കുന്നതെല്ലാം റെഡി ആയതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കിടന്നുറങ്ങി.
പിന്നെ രാവിലെ എഴുന്നേറ്റു. ഇന്ന് എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ വരണം കേട്ടോ. അപ്പോൾ ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ന് ഓഫാണ്. ഇപ്പം കൗൺസിലിംഗ് ഒന്നുമില്ല. ഫ്രൈഡേയും സൺഡേയും വർക്ക് എടുക്കാറില്ല, ക്ലയൻറ്റ് ഒരു മീറ്റിങ്ങും ചെയ്യാറില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ ക്ലീൻ ചെയ്യാനിരുന്നു. പിന്നെ അതിന് ശേഷം ജുമാക്ക് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് വന്നു, പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇത് ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് മീൻ എന്തോ ഉമ്മ ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കുരുമുളക് അരച്ചിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുരുമുളക് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാന്താരി, പിന്നെ അതേപോലെ എന്താ പറയുക, കരിവേപ്പില, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. ഇതൊക്കെ ഉമ്മ തന്നെ ഉണ്ടാക്കിയതാണ്, വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാണ് കേട്ടോ. ഇത് നെയ്ച്ചോറിൽ നമ്മൾ ഇടുന്നൊരു ചപ്പാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ ചപ്പ് എന്നാണ് അധിക സ്ഥലത്തും പറയുന്നത്, എനിക്കറിയില്ല വേറെ എന്തെങ്കിലും പേരുണ്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പറിക്കാൻ നോക്കി കേട്ടോ. പക്ഷേ ഞാൻ പറിച്ചിട്ട് എങ്ങനെ കിട്ടുന്നില്ല. എങ്ങനെ പറിച്ചാലാണ് അത് നടാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാനോട് ചോദിക്കുകയാണ് ഏതാ എടുക്കണ്ടേ. അപ്പോൾ ഉമ്മ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഉമ്മനെ പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ അപ്പോൾ അത് എടുത്ത് പിന്നെ അതിൻ്റെ കുറച്ച് ഇല എടുത്തിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അതായത് കലണ്ടർ 2025 കലണ്ടർ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് അധിക സമയം നിന്നു കേട്ടോ, കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പൊതുവേ പ്രിൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ പോകാനാണ് നോക്കാറ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ആരും ഉണ്ടാവില്ല, വൈകുന്നേരം കുറേ ആൾക്കാരുണ്ടാവും. അപ്പം കുറേ സമയം അവിടെ നിന്നു കേട്ടോ. പിന്നെ പ്രിൻ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ വിട്ടു. പിന്നെ ഇവിടെ എത്തിയപാട് പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് വന്ന കലണ്ടർ ഒന്ന് കട്ട് ചെയ്ത് സൈസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. നമ്മൾ കലണ്ടർ മാത്രമല്ല സെയിൽ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ സ്റ്റാൻഡും പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ.
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴേക്ക് പോയിട്ട് കുറച്ച് സമയം പുറത്തിരുന്നു കേട്ടോ. ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ സാധാരണ ക്ലാസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് ക്ലാസ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം പുറത്ത് കുറച്ച് അധികം സമയം ഇരുന്നു കേട്ടോ. ഹസ്ബൻഡ് വരുന്നവരെ ഇങ്ങനെ പുറത്തിരിക്കും. പിന്നെ ഹസ്ബൻഡ് വന്നതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങാണ് പതിവ്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ പുറത്തിരുന്നു, പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ കിടന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.